അത് ആത്മീയ നേതാക്കൾ കൈകാര്യം ചെയ്ത കാര്യങ്ങളാണ്. സമസ്ത എന്നുള്ള പ്രസ്ഥാനം തന്നെ നാം മനസ്സിലാക്കിയതുപോലല്ല. അതിനൊക്കെ ഒരു ആത്മീയ നേതൃത്വം നമുക്കുണ്ട്. അതിൻ്റെ നിയന്ത്രണം അവരെങ്കിൽ മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ മഹാനവറുകൾ അസ്ഥിവാരം കുറിച്ച മഹത്തായ പ്രസ്ഥാനം എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രം നീങ്ങുന്ന കാര്യമല്ല, മറിച്ച് ഇതിനൊക്കെ മഹാന്മാരായിരിക്കുന്ന ആത്മീയ നിയന്ത്രണം ഇതിലുണ്ട് എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, നമുക്കൊക്കെ ഒരു സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളത് 100 വർഷം തികക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രചാരകരാവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സുന്നത്ത് എന്ന മഹത്തായ ഈ അടിയുറച്ച വിശ്വാസവും അടിസ്ഥാനവും ഇത് നിലനിർത്തുന്നതിൽ ഒരംശമെങ്കിലും ഒരു സഹകാരിയാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നാളെ പാരത്രികച്ചുള്ള പ്രതിഫലമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലൊരു കൂട്ടായ്മയിലൂടെ ലക്ഷക്കണക്കായ ആളുകളാണ് ഇൻഷാ അല്ലാഹ് കുനിയിൽ ഒരുമിച്ച് കൂടാനിരിക്കുന്നത്. ലക്ഷക്കണക്കായ ആളുകൾ, എന്തായാലും ഇജാബത്തുള്ള ഒരാളെങ്കിലും അവിടെ ഉണ്ടാകും. ലക്ഷക്കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒന്നല്ല, ഒരുപാട് ഇജാബത്തുള്ള ആളുകളുണ്ടാവും. മഹാന്മാരായിരിക്കുന്ന സയ്യിദീങ്ങൾ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, നാം കാണാത്ത ഒരുപാട് ആത്മീയ നേതൃത്വങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അവരെല്ലാവരും കൂടി ഒരു കൈയുയർത്തി ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും അതിലൊരു സദസ്സിൽ അംഗമായിട്ടുണ്ടെങ്കിൽ, ആ ആമീൻ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് മതി മുഅ്മിനീങ്ങളെ നമ്മുടെ നാളെ പാരത്രിക ജീവിതത്തിലേക്ക്. സാധ്യമാവുന്നവരൊക്കെ തന്നെ ആ മഹത്തായ ആ സംഗമത്തിൽ ഒന്ന് ഒരുമിച്ച് കൂടി ആ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടാൻ നമ്മളൊക്കെ ഉണ്ടായിരിക്കണം. അള്ളാഹുവിന് ആയുസ്, ആഫിയത്ത്, കരുത്തൊക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ.